പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മോർണിംഗ് ഡ്രോപ്സിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. എന്നാൽ ഞാൻ മിസ്രയീമ്യരുടെ ഹൃദയത്തെ കഠിനമാക്കും, അവർ ഇവരുടെ പിന്നാലെ ചെല്ലും. ഞാൻ ഫറവോനിലും കുതിരപ്പടയിലും സകല സൈന്യത്തിലും അവൻ്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തും. അതിനോട് ആധാരമായി ഒരു വാക്യം കൊണ്ട് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവനാമം മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിൽ നാം വായിച്ച ചിന്തയിലെ ആ വചനത്തിൻ്റെ ചിന്തയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ എന്താണ് പറയുന്നത്? പുറപ്പാട് 14:17 പറയുന്നു, ദൈവനാമം മഹത്വം എടുക്കും, അല്ലെങ്കിൽ എന്നെ തന്നെ മഹത്വപ്പെടുത്തുന്ന. എന്താണ് കർത്താവ് അങ്ങനെ പറയുവാൻ കാരണം? പ്രിയ സഹോദരങ്ങളെ, 430 വർഷം മിസ്രൈമിൽ അടിമത്തത്തിലായിരുന്ന തൻ്റെ വാഗ്ദത്ത ജനം, അത് ഇസ്രായേൽ ജനം, തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന, കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന ആ കനാൻ ദേശത്തേക്ക് അവരെ പുറപ്പെടുവിക്കുകയാണ്. അങ്ങനെ പുറപ്പെട്ടു വരുമ്പോൾ ഹല്ലേലൂയ, അവര് അതിൻ്റെ 17:9 ഇങ്ങനെ പറയുന്നു, അവർ ബാൽ സേഫോന് സമീപമുള്ള പീഹരോത്തിന് അരികെ പാളയം ഇറങ്ങി. അവിടെ പാളയം ഇറങ്ങുന്ന സമയത്ത് ഫറവോനും കൂട്ടരും ഇവരെ പിന്തുടരുകയാണ്. അവരെ പോകുവാൻ പറഞ്ഞെങ്കിലും അവർ വിട്ടു വന്നു. എന്നാൽ തന്നെയും വീണ്ടും ഞാൻ അവരെ കൊള്ള പങ്കിടുമെന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ഫറവോനും കൂട്ടരും അവരെ പിന്തുടരുന്ന രംഗമാണ് നാം ഇവിടെ കാണുന്നത്. എന്നാൽ അങ്ങനെ കടന്നു വന്ന് അവിടെ പാളയം ഇറങ്ങിയിരിക്കുന്ന ജനത്തിൻ്റെ അടുത്ത് വരുമ്പോൾ മോശയോട് ദൈവം പറയുകയാണ്, ജനം പിറുപിറുത്തു, മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്? ഞങ്ങൾ മരിക്കുമല്ലോ എന്ന് പറഞ്ഞ് അവർ പിറുപിറുക്കുമ്പോൾ അതിൻ്റെ 13-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുവിൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ഞങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. നിങ്ങൾ ഇനി കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണില്ല. പ്രിയ സഹോദരങ്ങളെ, മോശയുടെ ധൈര്യം, ആ ദൈവ ശബ്ദം കേൾക്കുന്ന മോശ പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ഉറച്ചു നിൽപ്പിൻ. പ്രിയ മക്കളെ, വചനത്തിൽ നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയും. 365 പ്രാവശ്യം പറയുന്നുണ്ട് ഭയപ്പെടേണ്ട എന്ന്. എന്തുകൊണ്ടെന്നറിയാമോ? ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നാം പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട, എന്നിൽ വിശ്വസിക്കുന്നവർ നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല, നിങ്ങൾ എന്നിലാണ് വിശ്വസിക്കുന്നത്. ആകയാൽ ഹല്ലേലൂയ, മോശ പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ഉറച്ചു നിൽക്കുവേൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുമെന്ന്. ഇന്ന് കണ്ടുള്ള മിസ്രയീമ്യരെ ഒരു നാളും കാണത്തില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിക്കുവൻ പറഞ്ഞു. അതായത് അവർ മുൻപോട്ട് നോക്കിയ ചെങ്കടലാണ്, രണ്ട് സൈഡിലും വലിയ പർവ്വത നിരയാണ്. അപ്പോൾ ഒരു സ്ഥലത്തേക്ക് ഓടുവാൻ കഴിയത്തില്ല. മുമ്പോട്ട് നോക്കിയ ചെങ്കടല്, പിമ്പിലോട്ട് നോക്കിയാൽ ഫറവോന് സൈന്യം വരികയാണ്. അപ്പോൾ ഇവർക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അവർക്ക് പൂർണ്ണ ഉറപ്പായിരുന്നു അവർ മരിക്കുമെന്ന്. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് എണ്ണുന്ന ഹല്ലേലൂയ ആ മോശയ്ക്ക് അറിയാം, ഞങ്ങളെ അയച്ചു അവിടെ മിസ്രയീമിൽ നിന്ന് തൻ്റെ ജനത്തെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്ന് ഒരു വാഗ്ദത്ത പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം തരുമെന്ന് വാഗ്ദത്ത ദൈവ ഒരിക്കലും ഈ അവസ്ഥയിൽ നമ്മെ വിട്ടേച്ചു പോവുകയില്ല. ആകയാൽ നിങ്ങൾ ഉറച്ചു നിൽപ്പിൻ, ഇത് ദൈവനാമ മഹത്വം എടുക്കുമെന്ന് പറയുവാൻ ഇടയായി. ഹല്ലേലൂയ. അതുപോലെ തന്നെ അങ്ങനെ മോശ പറഞ്ഞു, ദൈവം മോശയോട് പറയുകയാണ്, നിന്റെ കയ്യിലിരിക്കുന്ന വടി കടലിലേക്ക് നീട്ടി അതിനെ വിഭാഗിക്കുക എന്ന്. പ്രിയ സഹോദരങ്ങളെ, മോശ ഹല്ലേലൂയ ആ വടി കടലിലേക്ക് നീട്ടി രാത്രി മുഴുവൻ ഒരു കിഴക്കൻ കാറ്റ് അടുപ്പിച്ച് ആ വെള്ളത്തെ രണ്ടാക്കി മാറ്റി തൻ്റെ ജനം വളരെ സാവധാനത്തിൽ അക്കരെ കയറുവാനിടയായി. എല്ലാവരും അക്കരെ കടന്നു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ഫറവോനെ സൈന്യത്തെയും ഹല്ലേലൂയ അവരുടെ ഹൃദയത്തോട് ദൈവാത്മാവ് ഇടപെട്ടു. അങ്ങനെ അവരക്കരെ കടക്കുന്നത് കണ്ടപ്പോൾ ഹല്ലേലൂയ ഫറവോന് സൈന്യം വീണ്ടും അവരെ പിൻചെല്ലുവാനിടയായി. അങ്ങനെ അവരുടെ പിന്നാലെ ചെന്നപ്പോൾ അവർ ചെങ്കടലിറങ്ങി തൻ്റെ ഇസ്രായേൽ ജനത്തെ പിൻചെല്ലുന്ന സമയത്ത് ഹല്ലേലൂയ കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? മോശയോട് പറഞ്ഞു, ഹല്ലേലൂയ അക്കരെ കടന്ന മോശയോട് പറഞ്ഞു, നിന്റെ കയ്യിരിക്കുന്ന വടി വീണ്ടും കടലിലേക്ക് നീട്ടുക എന്ന്.
മോശ അങ്ങനെ വടി കടലിലേക്ക് നീട്ടിയപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് വെള്ളം വന്ന് മൂടി കടൽ മൂടുവാനിടയായി. ഫറവോന് സൈന്യവും ഹാലലൂയ ആ കടലിൽ നഷ്ടപ്പെടുവാനിടയായി. പ്രിയ സഹോദരങ്ങളെ, നാം ദൈവത്തോട് അടുത്തിരുന്നാൽ നമുക്കെതിരായി വരുന്ന സകലത്തെ നശിപ്പിക്കുവാൻ ദൈവശക്തനാണ്. കർത്താവിന്റെ നാമോടെ മഹത്വം എടുക്കുക. എന്നാൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്ന്നിരിക്കണം. ഹാലലൂയ ഒരു നിമിഷം നാം ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ ഹാലലൂയ നാം ദൈവത്തിന്റെ സന്നിധി വിശ്വസ്തരായിരുന്നാൽ നമ്മുടെ ഏതവസ്ഥയ്ക്കും മാറ്റം വരുത്തുന്ന ഒരു ദൈവമുണ്ട്. ഹാലലൂയ. അതുപോലെ തന്നെ കാണുവാൻ കഴിയുന്ന എന്താണ് നാം യോഹന്നന്റെ സുവിശേഷത്തിൽ വായിച്ചത് ദൈവത്തിന്റെ നാമം അവിടെയും മഹത്വം എടുത്തു, ഇവിടെയും ദൈവനാമം മഹത്വം എടുത്തു. ഹാലലിയ. ഫറവോന് സൈന്യത്തെ ദൈവം ചെങ്കടലിൽ തള്ളിയിട്ടു. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്ന ലാസർ വളരെ ദീനമായി കിടക്കുന്ന തൻ്റെ ഏറ്റവും അടുത്ത കൂട്ടു സഹോദരനായ ലാസർ സൗഖ്യമില്ലാതെ ഭാരപ്പെട്ട് കിടക്കുന്ന പറയിച്ചു, വന്ന് കാണുക, വന്ന് സൗഖ്യമാക്കുക. എന്നാൽ ദൈവം ആ സമയത്ത് വന്നില്ല. അപ്പോൾ പറയുകയാണ് അവന്റെ ദീനം മരണത്തിനായിട്ടല്ല, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനെന്ന്. അതുപോലെ തന്നെ ലാസർ മരിച്ചു. 4-ാമത്തെ ദിവസം യേശു കർത്താവ് അവിടെ കടന്നു വന്ന് ഹാലലിയ വളരെ ഭാരത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജനത്തെ നോക്കി തൻ്റെ സഹോദരിമാരെ നോക്കിയിട്ട് യേശു കരഞ്ഞു. ഹാലലുയ. പ്രിയമക്കളെ, നമ്മോട് കൂടെ കരയുന്നൊരു ദൈവമുണ്ട്. നമ്മൾ സങ്കടത്തിലായിരിക്കുമ്പോൾ നാം ഓർക്കും നമ്മെ കാണാത്ത ദൈവമെന്ന്. ഇല്ല, നമുക്കൊരു സങ്കടം വരുമ്പോൾ നമ്മുടെ കൂടെ കരയുന്നൊരു ദൈവമുണ്ട്. നമ്മെ ദൈവം ഒരു നാളും കൈവിട്ട് ഉപേക്ഷിക്കുകയുമില്ല. ഹാലലൂയ. ആ അവസ്ഥയ്ക്ക് നമുക്ക് ഭേദം വരുത്തുന്ന ദൈവമാണ്. ആകയാൽ പ്രിയ സഹോദരങ്ങളെ, ഈ രാവിലെ കാലം ഈ വചനത്താൽ നമ്മെ തന്നെ സമർപ്പിക്കാമല്ലോ. ഹാലലിയ. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയായി തീര. നാം ദൈവത്തിന്റെ വിശ്വസ്തരും നിർമ്മലര് നിഷ്കളങ്കരുമായിരുന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ വിഷയങ്ങൾക്ക് ദൈവം മറുപടി തരികയും നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവം ശ്രദ്ധ വെച്ച് കേട്ട് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. അവൻ നമ്മെ ഒരു നാളും കൈവിട്ട് ഉപേക്ഷിക്കുമല്ല. വീണ്ടും ദൈവത്തിന്റെ നമ്മെ തന്നെ സമർപ്പിക്കുക. ഒരു നിമിഷം കണ്ണടയ്ക്കുക. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, വചനം കേട്ട ഓരോ മക്കളെയും ദൈവങ്ങളെ സമർപ്പിക്കുന്നു. അവരുടെ വിഷയം എന്തുമായിക്കൊള്ളട്ടെ ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി നൽകുന്ന ദൈവമാണ്. ശത്രുവിന് വിട്ടുകൊടുക്കാതെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ആ ദൈവത്തിന്റെ സ്ഥാനത്ത് ഈ പകൽക്കാലം വചനം കേട്ട ഓരോരുത്തരും കൂടെ ഇരിക്കണമേ. അവരെ ശക്തീകരിച്ച് ബലപ്പെടുത്തണേ. രോഗികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ അടിപ്പുള്ള സൗഖ്യം അവരുടെ മേൽ വ്യാപരിക്കട്ടെ. ഈ പകൽക്കാലം ദൈവം അനുഗ്രഹിച്ച് മാനിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. വീണ്ടും നമുക്ക് നാളെ കണ്ടുമുട്ടുന്ന കർത്താവിൻ്റെ അഭയം പ്രാപിക്കാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.